കൂറുമാറുന്നവരെയും കാലുമാറുന്നവരെയും പിടിച്ചു സ്ഥാനാർത്ഥിയാക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ രീതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മീഡിയ വണ്ണിനോട്. നിലമ്പൂരിൽ UDFനെ ആശയപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ LDFന് കഴിയില്ല. അതുകൊണ്ടാണ് അവർ UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ പണച്ചാക്കുകളെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. CPM സ്ഥാനാർത്ഥിയായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണെന്നും അൻവർ UDFനൊപ്പം നിൽക്കുന്നത് ഗുണം ചെയ്യണമെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം ചിരിക്കുകയാണ്. നിലവിലിപ്പം നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് നിലവിലൊരു അവസ്ഥ, എങ്ങനെ നോക്കിയാണ് പറയുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അതിന് വലിയ ധാരാളം ഘടകങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ മാത്രമല്ല, ഒരു സംശയവുമില്ല, ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. UDFൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതൊരിക്കലും ഉണ്ടാകാറില്ലല്ലോ. UDF സംവിധാനത്തിൽ ഘടകകക്ഷികൾ ഏതായിരുന്നാലും ആ ഘടകകക്ഷികൾക്ക് അനുവദിക്കുന്ന സീറ്റിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ആ ഘടകകക്ഷികൾ തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷേ നമുക്ക് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളോ പറയാം. നിർദ്ദേശങ്ങളൊന്നും ആരും വെക്കാറില്ല. UDFൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആരെ നിർദ്ദേശിക്കുന്നുവോ അവരെ വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് മുന്നിലുണ്ടാവും. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അവർ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നോക്കിക്കണ്ടതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പോകാനാണ്, പ്രത്യേകിച്ച് അസ്വസ്ഥരായവരെ കൂടെ കൂട്ടുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ അല്ലെങ്കിൽ UDF? അതാണ് പറഞ്ഞത്. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ UDFനെ ആശയപരമായി രാഷ്ട്രീയമായി നേരിടാൻ LDFന് കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിർത്തുന്നത് രാഷ്ട്രീയ ഇടതുപക്ഷ സഹയാത്രികരോ രാഷ്ട്രീയമായി CPMൻ്റെ കൂടെ നിൽക്കുന്നവരോ അല്ലല്ലോ. ഓരോ പണച്ചാക്കുകളെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് സ്ഥാനാർത്ഥികളാക്കുകയാണ്. രാഷ്ട്രീയമായൊരു ബോധമില്ലായ്മ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരാജയത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് അവർ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ. ഇപ്പോഴും നിലമ്പൂരിലും അവരെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെടാൻ തയ്യാറില്ല എന്നതാണ് അവരുടെ കേഡറുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മറുപടികൾ. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് പ്രയാസമാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും മേച്ചിൽപ്പുറങ്ങളിൽ പോയി തപ്പിയെടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ആദ്യഘട്ടം എന്ന നിലക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിജയമായിരിക്കും. ഈ UDFൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് അവർക്കൊരു സ്ഥാനാർത്ഥി കിട്ടുമോ? അല്ല, അവർ പലപ്പോഴും ചെയ്യാറുള്ളതാണല്ലോ. ഏതെങ്കിലും അവരുടേതല്ലാത്ത അല്ലെങ്കിൽ എതിർ ചേരിയിലുള്ള രാഷ്ട്രീയ സംഘടനകളിൽ അവസരവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വേച്ഛ അധികാരത്തിന് വേണ്ടി കൂറുമാറുന്നവരും കാലുമാറി വരുന്നവരുമായ ആളുകളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി. അങ്ങനെ ഒരു കൂറുമാറ്റം ഇത്തവണ നിലമ്പൂർ ഉണ്ടാകുന്നവർ പ്രതീക്ഷിക്കുന്നു. അതിൽ കണ്ണു നട്ടാണ് ഇരിക്കുന്നത്. ആയിരിക്കാം. അവർക്ക് സ്വന്തം പാർട്ടിക്കാരെ നിർത്താനുള്ള ത്രാണിയോ ധൈര്യമോ നിലമ്പൂരില്ല. പരാജയപ്പെടുമെന്ന് 100% ഉറപ്പായതുകൊണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. ഈ നിലമ്പൂരിൽ PV അൻവറിൻ്റെ UDFുമായുള്ള സഹകരണം ഏത് തരത്തിലാണ് നോക്കിയാണ് അത് ഗുണം ചെയ്യുമെന്നുള്ളത്? അല്ല, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ച് അണികളുണ്ടല്ലോ. PV അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നാലും മറ്റ് തെരഞ്ഞെടുപ്പുകളായിരുന്നാലും ഒക്കെ PV അൻവർ UDFുമായി സഹകരിച്ചിട്ടുണ്ട്. അത്തരമൊരു സഹകരണം അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളത് സ്വാഗതം ചെയ്യും. അതായത് മുന്നണി പ്രവേശനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഇല്ല, ആ കാര്യങ്ങളൊന്നും ചർച്ചയിൽ വന്നിട്ടില്ല. മുന്നണി ആ സംവിധാനത്ത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ചർച്ച വന്നിട്ടില്ല. ചർച്ച വന്നാൽ പാർട്ടി അതിൻ്റെ അഭിപ്രായം പറയും, തീരുമാനമെടുക്കും. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം UDF ഒറ്റക്കെട്ടാണെന്ന് തന്നെയാണ് PMA സലാം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ തന്നെ പ്രവർത്തനങ്ങളും മറ്റുമായി മുന്നോട്ട് പോകും. വലിയ ഒരു വിജയം നിലമ്പൂരിൽ UDFനുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.